നമസ്കാരം. ബിഗ് ബോസ് രാവിലെ ഒരു ഭൂലോക അബദ്ധം പറ്റി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ. എന്താണെന്നല്ലേ, കാന്താര ഒന്നുകൂടെ കാണാൻ ഒരു പ്രാവശ്യം ഞാൻ കണ്ടു. അത് ഒന്നുകൂടെ കാണാനുള്ള ആക്രാന്തം മൂത്ത് ഞാൻ തിയേറ്ററിൽ ചെന്നപ്പം ആള് കുറവായത് കാരണം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ചെന്നതല്ലേ, ഏതെങ്കിലും ഒരു പടം കാണാമെന്ന് വിചാരിച്ച് പ്രണവ് മോഹൻലാലിന്റെ സിനിമ കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ന് പറയാനുള്ള അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവമൊക്കെ അറിയുന്നത്. അതായത് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ട് രാവിലെ ഊഞ്ഞാലിലിട്ട് ആടുകയായിരുന്ന അനുമോളെ അനീഷ ചോദിക്കുന്നു, അനീഷയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനുമോളോട് ചോദിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ രസമില്ലായിരുന്നു ചേട്ടാ, ഇപ്പം ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് അനുമോളങ്ങ് പറഞ്ഞു കൊടുത്തു. ഉടനെ അതേ നിഷ്കളങ്കതയോടുകൂടി അനീഷ് ചോദിക്കുകയാണ്, എന്നാ നമുക്ക് വിവാഹം കഴിച്ചാലോ അനുമോളെ. സത്യം പറയാലോ, അനുമോള് സ്വപ്നത്തിലല്ല, 7 ജന്മം പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. 7 ജന്മം കഴിഞ്ഞ് കല്യാണം കഴിക്കാന്ന് പുള്ളിക്കാരി സ്വന്തമായ കാര്യത്തിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നു, ലവ് ചിഹ്നം കാണിക്കുന്നു, അതൊക്കെ ചുമ്മാ ഒരു രസത്തിന് കാണിച്ചതാണ്. പക്ഷെ പുള്ളി അത് സീരിയസ് ആയിട്ട് എടുത്തു. അനുമോൾ, അയ്യോ ഇത് പ്രാങ്കാണോ ചേട്ടാ, അത് തിരിയുന്നു മറിയുന്നു, ഊഞ്ഞാലെ കടന്ന് പുള്ളിക്കാരിക്ക് ആകെ വെപ്രാളം. ഇത് ആരെയോടെങ്കിലും പറയണം, ചേട്ടാ എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട്, അതൊക്കെ തീർത്ത് ഞാനൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക്, അത് തന്നെ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പട്ടയം ചെയ്തിട്ടുള്ള ഒറ്റ പോക്ക്. സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്തോ ചെയ്യണം അനുമോക്ക് അറിയത്തില്ല. അനുമോക്ക് ഇത് ആരോടെങ്കിലും പറയണം. ഭയങ്കര ബുദ്ധിമുട്ടി അവസാനം അനുമോള് ആദിലെ വിളിച്ചു. ആദിലെ കുറെ പള്ളുമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം നടത്തണ്ടേ, എനിക്ക് അതിനൊക്കെ മുഖത്ത് നോക്കി പറയാൻ മേലായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ, ഇത് പ്രാങ്കാണോ എനിക്ക് അറിയത്തില്ല, പ്രാങ്കൊന്നും ആണെങ്കിൽ പോലും ഇത്രയും അഭിനയിക്കാനൊന്നും പുള്ളിക്ക് അറിയത്തില്ല, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആ പാടെ വെപ്രാളപ്പെട്ടിരിക്കുന്നു. നൂറോട് പറയുന്നു. അതിനിടയ്ക്ക് നിവിൻ വന്നിട്ട് എത്തി നോക്കുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അനീഷ് മിണ്ടിയിട്ടേ ഇല്ല. അതാണ് സംഭവം. അനീഷ് പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. അനീഷ് ആദ്യം വന്നപ്പോൾ എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആയിപ്പോയി. വലിയ ട്രോമയിലായി പോയെന്ന് തോന്നുന്നു അനീഷ്. ഇതിപ്പോ അനീഷിന്റെ അനുമോൾക്ക് പേടി അത് മാത്രമല്ല, ഇപ്പൊ അനീഷിന്റെ ഈ പറഞ്ഞ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, നല്ല സപ്പോർട്ടുള്ള മനുഷ്യനാണല്ലോ. അപ്പൊ അവരിനി അനുമോൾക്ക് എതിരെ പ്രവർത്തിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയും ഉണ്ട്. കാരണം ഇത് അനുമോൾ പറയുന്നുണ്ട്, ചേട്ടാ ക്യാമറയുണ്ട് ചേട്ടാ, ഇത് ബിഗ് ബോസാ ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടൻ ഇത് 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പം നൈസായിട്ട് പറഞ്ഞു വിട്ടേരും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവമായിപ്പോയി. ആകെപ്പാടെ കോമഡിയാണോ ട്രാജഡിയാണോ? എന്നാലും അനുമോളുടെ കാര്യത്തിൽ അത് കോമഡിയാണ്, അനീഷിന്റെ കാര്യത്തിൽ അത് ട്രാജഡി ആയിപ്പോയി. ഇപ്പൊ പുള്ളി പഴയ പോലെ ഒരക്ഷരം ആരോടും മിണ്ടുന്നില്ല. മറ്റേ ചായ കുടിപ്പിക്കുന്നു, മാതളം കൊണ്ട് കൊടുക്കുന്നു, ആ മാതളത്തിന്റെ ഗുരുവൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് കണ്ടപ്പോഴേ എന്തോ സംശയം തോന്നുന്നതാണ്. പക്ഷെ എന്നാലും ബുദ്ധിയുള്ള മനുഷ്യനല്ലേ, ഇങ്ങനൊന്നും കാണിക്കുന്നു വിചാരിച്ചില്ല. എന്തായാലും കൊള്ളാം. പാല് കൊടുക്കുന്നു, അടുക്കളയെ സഹായിക്കുന്നു എന്ന് വേണ്ട, ആരും സഹായിച്ചില്ലേലും അനീഷ അനുമോളുടെ കൂടെ ഉണ്ടായിരുന്നു. ഉപദേശിക്കുന്നു, നന്നാക്കാൻ ശ്രമിക്കുന്നു, എന്തെല്ലാമായിരുന്നു. എന്തായാലും കൂടെ മലപ്പുറം കത്തി കുതാ ഗവയായി അല്ല. ഇത്രയേ ഉള്ളൂ സംഭവം ഇന്ന്.